ഭാര്യ സഹോദരിയുടെ ജോലി ആവശ്യാർത്ഥം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ.സി. പ്രകാശ് ബാബു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി തിരൂരിൽ ട്രെയിനിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അവിടുന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേസമയം വടകരയിലുള്ള BJP പ്രവർത്തകരാരോ പോലീസിന് ട്രെയിൻ യാത്രയുടെ വിവരം കൈമാറിയതെന്നും സൂചനയുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ജയിലിലെത്തി പ്രകാശ് ബാബുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ആവശ്യപ്പെട്ടു. 11:30 പ്രകാശ് ബാബുവിനെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പ്രകാശ് ബാബുവിനെതിരെ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയിലും യുവമോർച്ചയിലും ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റ്. പോലീസുമായുള്ള ഒത്തുകളിയാണോ അറസ്റ്റ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ BJP ജില്ലാ പ്രസിഡന്റ് തയ്യാറായില്ല. പോലീസുമായുള്ള ഒത്തുകളിയാണ്, മറ്റ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു കീഴടങ്ങൽ നാടകമാണെന്നുള്ള ഒരു വാദോടെ ഉണ്ട്. എങ്ങനെ കാണുന്നതിനെ? നോ കമന്റ്. പ്രകാശ് ബാബുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP നേതൃത്വം യുവമോർച്ച നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് യുവമോർച്ച ഭാരവാഹികളുടെ അടിയന്തര യോഗം ചേർന്നെങ്കിലും അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തീരുമാനമാകാതെ പിരിഞ്ഞു. അതേസമയം ഡൗൺടൗൺ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. മീഡിയ 1 കോഴിക്കോട്.